100 സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF ഒരുങ്ങുന്നത്. ആ 100 തികയണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും ചുരുങ്ങിയത് 4 സീറ്റെങ്കിലും ജയിക്കണം. 2 സിറ്റിംഗ് സീറ്റുകൾ ഉണ്ട്. 2 എണ്ണമെങ്കിലും പിടിച്ചെടുക്കണം. നേരത്തെ UDF വിജയിച്ച കണ്ണൂരും അഴീക്കോടുമാണ് ആ പട്ടികയിലുള്ള 2 മണ്ഡലങ്ങൾ. 4-ൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസവും UDF നേതാക്കൾക്കുണ്ട്. UDFിൻ്റെ നെടുംതൂൺ എന്നുള്ളത് മുസ്ലിം ലീഗാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും മുസ്ലിം ലീഗ് ആരംഭിച്ചിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകെ ഉറ്റുനോക്കുന്നതും മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തെ തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയം ആകെ തിളച്ചു മറിയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് UDFിൻ്റെ പ്രധാന പിടിവള്ളി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായാലും ശക്തമായ മുന്നണി സംവിധാനമുള്ള കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വീറും വാശിയുമുള്ളതാകും. UDF ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം കൂടി കണക്കിലെടുത്താണ്. എന്താണ് UDF പ്രതീക്ഷിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ നിന്നും UDF പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ എത്ര? ഈ കാര്യങ്ങളൊക്കെയാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയാണ് അതിഥിയായി ചേരുന്നത്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. അതിനേക്കാൾ ഉപരി ജീവകാരുണ്യ മേഖലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. പരിയാരം CH സെന്ററിൻ്റെ അമരക്കാരൻ കൂടിയാണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. അവിടെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സാന്ത്വനം ആവശ്യമുള്ളവർക്കെല്ലാം കൈയഴിഞ്ഞ് അവർ സഹായിക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു മുഖമാകാൻ പോകുന്നതും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആയിരിക്കും. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. നൂറ് സീറ്റ് എന്നുള്ളതാണ് UDFിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമാണോ ആ 100 സീറ്റിൻ്റെ വിജയം? തീർച്ചയായും പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെതിരായി വലിയ ജനവികാരം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അതിൽ ചേലക്കര ഒഴികെയുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF ജയിച്ചു വന്നത്. ചേലക്കരയിലാകട്ടെ അവരുടെ ഭൂരിപക്ഷം വളരെ ഗണ്യമായി കുറക്കാനും UDFന് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട ഭൂമിയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കക്ക് നിദാനമായിട്ടുള്ള കാരണങ്ങൾ, ഒന്ന്, LDF അധികാരത്തിലിരിക്കുമ്പോൾ അശാസ്ത്രീയമായ വിധത്തിൽ വാർഡ് വിഭജനം നടത്തി ഡീലിമിറ്റേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വാർഡുകൾ തലങ്ങും വിലങ്ങും വെട്ടിമുറിച്ച് നടത്തിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്. ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഭീഷണിപ്പെടുത്തിയും അല്ലാതെയൊക്കെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തിയിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയത്തിലേക്കാണ് UDF എത്തിച്ചേർന്നത്, കണ്ണൂർ ജില്ലയിലടക്കം.
ആ ഒരു ആത്മവിശ്വാസം ജനങ്ങൾ ഈ ഭരണം മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികരടക്കം ഈ ഭരണം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ 100 സീറ്റ് നേടി UDF വിജയിക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് UDF ഉണ്ടായത്. കേരളത്തിൽ സ്ട്രൈറ്റ് റേറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും വലിയ മുന്നേറ്റം നടത്തിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 7000-ലധികം സീറ്റുകൾ നേടിയിട്ട് കോൺഗ്രസ് വലിയ മെജോറിറ്റിയോടുകൂടി ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയച്ചു. 2ാം സ്ഥാനത്താണ് LDF ഉള്ളത്. മുസ്ലിം ലീഗ് ആകട്ടെ അതിൻ്റെ 3ാം സ്ഥാനത്ത് കിടക്കും. UDFിലെ പ്രബലമായിട്ടുള്ള 2 കക്ഷികൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് കക്ഷികളും ആർജിച്ചെടുത്തിട്ടുള്ള ഈ കരുത്ത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് 100 സീറ്റ് നേടി വിജയിക്കുമെന്ന് UDFിൻ്റെ ആത്മവിശ്വാസം. അതിന് മതിയായ കാരണങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അത് വിജയിച്ച് എടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. ഈ പുതുയുഗ യാത്ര നടക്കുകയാണല്ലോ. ഈ പുതുയുഗ യാത്ര എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഈ നടന്ന യാത്രകളിലൊക്കെ തന്നെ ഉണ്ടായ ജനപങ്കാളിത്തം, ഇതൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണോ? തീർച്ചയായും. കണ്ണൂർ ജില്ലയിൽ 8 കേന്ദ്രങ്ങളിലാണ് പുതുയുഗ യാത്രക്ക് സ്വീകരണം ഉണ്ടായത്. 8 സ്വീകരണ കേന്ദ്രങ്ങളിലെയും ജനങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ന് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ഓരോ ഇടങ്ങളിലെയും സ്വീകരണങ്ങൾ വലിയ ആൾക്കൂട്ടം എത്തിച്ചേരുന്ന വിധത്തിലുള്ള വമ്പിച്ച സമ്മേളനങ്ങളായി മാറി എന്നുള്ളതാണ്. പുതുയുഗ യാത്രയിൽ പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അത് ഭാവി കേരളം എങ്ങനെ ആകണമെന്നത് സംബന്ധിച്ചുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എല്ലായിടങ്ങളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രവുമായിട്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ നമ്മൾ വിചാരണ ചെയ്തു. ആ വിചാരണയുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ജയിച്ചു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ഇനിയിപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തോട് ഉയർത്തുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് മാറ്റം ഉണ്ടാകും? ആ മാറ്റത്തെക്കുറിച്ച് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഒരു വിഷൻ കേരളത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ വ്യാപകമായിട്ടുള്ള പ്രചരണം, മുന്നൊരുക്കങ്ങളൊക്കെയാണ് പുതുയുഗ യാത്രയിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുയുഗം പിറക്കും, അത് പിറക്കണം, അത് കേരളത്തിൻ്റെ ഭാവി തലമുറയുടെ ആവശ്യമാണ് എന്ന് ജനങ്ങളാകെ തിരിച്ചറിയുന്ന അനുഭവങ്ങളാണ് പുതുയുഗ യാത്രയിലുടനീളം ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. ഈ LDF പറയുന്നത് UDFിൻ്റെ ഭരണകാലം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലം, LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം, ഇത് നിങ്ങൾ താരതമ്യം ചെയ്തോളൂ എന്ന് LDF പറയുന്നുണ്ട്. വലിയ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വികസനപരമായി നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? എന്താണ് കേരളത്തിന് പോരായ്മയായി പറയാനുള്ളത് എന്നൊരു ചോദ്യം LDF ഉയർത്തുന്നുണ്ട്. എന്താണ് അതിനുള്ള? ആ ചോദ്യത്തിന് ഒരു അടിസ്ഥാനമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കേരളത്തിലെ മെഗാ പ്രൊജക്റ്റുകൾ ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ചു നോക്കും. ആ പ്രൊജക്റ്റുകൾക്കൊക്കെ തുടക്കം കുറിച്ചതാരാണ്? അത് വിഴിഞ്ഞം പോർട്ടാവട്ടെ, വിമാനത്താവളങ്ങളാവട്ടെ, അതുപോലുള്ള IT പാർക്കുകൾ ആകട്ടെ, IT രംഗത്ത് നടത്തിയിട്ടുള്ള വലിയ സംരംഭങ്ങളാകട്ടെ, ഇതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അതിനു മുമ്പുള്ള UDF സർക്കാരിൻ്റെ കാലത്തും തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വരിക. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ശില്പി ആരാണ്? പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ശില്പികൾ ആരാണ്? അപ്പോൾ ഓരോ ഇടങ്ങളിലും അഴീക്കോട് പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ തുടക്കം ആരുടെ കാലയളവിലാണ് ഉണ്ടായത്? അത്തരത്തിൽ കേരളത്തിലെ എല്ലായിടത്തും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വെച്ച് നമ്മൾ പറയുമ്പോൾ കണ്ണൂരിലെയും വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള മുന്നണി അത് UDFിൻ്റെ മുന്നണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വളരെ കൃത്യമായിട്ടുള്ള വിഷൻ ഈ മുന്നണിക്കുണ്ട്. നിലവിലുള്ള സംവിധാനത്തിൽ ഓൾട്ടർനേറ്റീവ് എന്താണ് എന്നത് സംബന്ധിച്ചും UDFിൻ്റെ നേതാക്കന്മാർക്ക് പൊതുസമൂഹത്തോട് പറയാനുണ്ട്. അതുകൊണ്ട് വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും മുന്നിൽ നിന്നിട്ടുള്ള ഒരു മുന്നണി LDFിനെ താരതമ്യം ചെയ്യുമ്പോൾ
വളരെ വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും തുടരാനും അതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷെ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾക്കാണ് LDF വീണ്ടും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, വികസനം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ലല്ലോ. UDF കാലത്ത് നമ്മൾ നടത്തിയിട്ടുള്ള വികസനങ്ങളുടെ തുടർച്ച അത് പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ സർക്കാർ മാറിയപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ ഓരോ മേഖലയിലും ഈ സർക്കാർ എത്രമാത്രം പരാജയമായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ മുമ്പാകെ തെളിവുകളുണ്ടല്ലോ. ആരോഗ്യ മേഖല എടുത്ത് പരിശോധിക്കൂ. ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എത്ര മരണങ്ങളാണ് സമീപകാലത്ത് ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേട് മൂലമുണ്ടായത്. നമ്മുടെ കുട്ടികൾ വിദേശ പഠനത്ത് പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങോട്ട് പോകേണ്ടി വരുന്നത്? മതിയായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തതിന് പേര്. അപ്പോൾ UDF മുന്നോട്ട് വെക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഈ കേരളത്തെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി മാറ്റാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ UDF വെക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മെഗാ പ്രൊജക്റ്റുകൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു മുന്നണിക്ക് പുതുതായി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസം തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി മാറുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല. 100 സീറ്റ് എന്നതിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് കുറച്ചധികം സീറ്റുകൾ എന്തായാലും സ്വാഭാവികമായും വേണ്ടതുണ്ട്. 2 സീറ്റാണ് നിലവിലുള്ളത്. അത് 4 ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു 100 എന്നുള്ള സംഖ്യയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. 4 തന്നെ ഒരു മിനിമം എന്നുള്ള രീതിയിലാണ്. ഈ 4 എത്തണമെങ്കിൽ തന്നെ 2 പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിൽ തന്നെ അഴീക്കോടും കണ്ണൂരും ഈ 2 സീറ്റുകൾ നേരത്തെ UDF സിറ്റിംഗ് സീറ്റുകളായിരുന്നു. സ്വാഭാവികമായും നിങ്ങൾക്കത് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ ലോജിക്കുമുണ്ട്. ഈ 2 സീറ്റുകൾ ഉറപ്പായും പിടിച്ചെടുക്കും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഒന്നാമത്തെ കാര്യം, UDF ലക്ഷ്യമിടുന്നത് 4 സീറ്റ് അല്ല എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് 5 അല്ലെങ്കിൽ 6 അത്രയും സീറ്റുകൾ നേടിയെടുക്കാനുള്ള ഒരു പശ്ചാത്തല സൗകര്യം കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് UDF 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അഴീക്കോടും കണ്ണൂരും ഇരിക്കൂറും പേരാവൂരും കൂത്തുപറമ്പും. സ്വാഭാവികമായും RJD അന്ന് UDF ഭാഗമായിരുന്നു. RJD LDF തിരിച്ചു പോയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്നത് ശരിയാണ്. അടിസ്ഥാനപരമായി കണ്ണൂർ അസംബ്ലി നിയോജകമണ്ഡലവും അഴീക്കോട് അസംബ്ലി നിയോജകമണ്ഡലവും UDF മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ UDF പരാജയപ്പെട്ടിട്ടുണ്ട്, അഴീക്കോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി UDF വളരെ ശക്തിയും കരുത്തുള്ള 2 മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ കണ്ണൂരും അഴീക്കോടും എന്ത് തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരും. കൂത്തുപറമ്പിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള അസംബ്ലി നിയോജകമണ്ഡലം. ഈ മണ്ഡലങ്ങളൊന്നും ഒരിക്കലും LDF കുത്തക സീറ്റുകളാണ് എന്ന് അവർ പോലും അവകാശപ്പെടുന്നുണ്ടാവില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്തടക്കം K. സുധാകരൻ ലീഡ് നേടിയിട്ടുള്ള നിയോജക മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ. ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായും ധർമ്മടത്ത് ലീഡ് ഉണ്ടായിരുന്നില്ല, തളിപ്പറമ്പിൽ ലീഡ് ഉണ്ടായിരുന്നു. കല്യാശ്ശേരിയിലൊക്കെയുള്ള ലീഡ് വളരെ കുറഞ്ഞ് 1000 ചില്ലാനം വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് അവിടെ LDF സ്ഥാനാർത്ഥിക്കുണ്ടായത്. അപ്പോൾ ഒരു മണ്ഡലവും പൂർണ്ണമായ അർത്ഥത്തിൽ LDF കുത്തകയാക്കി വെക്കാൻ പറ്റുന്ന നിയമസഭാ മണ്ഡലങ്ങളല്ല എന്ന് ഈ ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 അല്ലെങ്കിൽ 6 സീറ്റിലെങ്കിലും
കണ്ണൂർ ജില്ലയിൽ UDF ജയിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കണ്ണൂരിൽ ഏതെങ്കിലും എന്താണ് ശരിക്കും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ സംഭവിച്ചത്? അതിനെക്കുറിച്ചിപ്പോൾ വിശകലനം നടത്തേണ്ടുന്ന ഒരു സമയമല്ല. കണ്ണൂരിൽ പല കാരണങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ആ സമയത്ത് മുന്നണിക്കകത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ചില അസ്വാരസ്യങ്ങൾ, അതൊക്കെ UDFൻ്റെ വിജയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഇത്തവണ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ള വലിയ അവകാശവാദവുമായിട്ടാണ് LDF മുന്നോട്ട് വന്നത്, പ്രത്യേകിച്ച് CPMൻ്റെ ജില്ലാ സെക്രട്ടറി. പക്ഷേ എന്തായിരുന്നു ഫലം? UDF കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ സീറ്റ് നേടി, പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വന്നു. CPMൻ്റെ സീറ്റടക്കം BJP പിടിച്ചെടുക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. അപ്പോൾ CPM കണ്ണൂർ കോർപ്പറേഷനിലടക്കം, കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അടങ്ങിയതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഈ കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ട്, അതായത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അടക്കം വോട്ട് LDFിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിശോധനകൾ നടത്തുമ്പോൾ അങ്ങനെ കണ്ടെത്തിയിരുന്നു? അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അതിൽ അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനറലായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ളൊരു ട്രെൻഡിനനുസൃതമായിട്ട് എവിടെയൊക്കെ ആർക്കൊക്കെ ലഭിച്ചു എന്ന് വിശകലനം ചെയ്യുമ്പോൾ കണ്ണൂരിലും ആ വിധത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി തന്നെ വന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള വ്യക്തിപ്രഭാവങ്ങളൊക്കെ ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ LDF ജയിച്ചു വരുമ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത് സ്ഥായിയായി നിലനിൽക്കണമെന്നില്ല, അത് LDFന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ 2 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് കൊണ്ടാണ് അതൊരു പൊളിറ്റിക്കൽ വോട്ട് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ 2 തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ ഒരേ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള എന്തെങ്കിലും മതിപ്പുകേട് ആണ് ഇത് എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല, അങ്ങനെ ഞാൻ പറയുന്നുമില്ല. പക്ഷേ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുള്ള ഒരു അർത്ഥത്തിൽ ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് പൊളിറ്റിക്കൽ വോട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഈ AP വിഭാഗം സുന്നി, ആ വോട്ട് LDFിലേക്ക് കഴിഞ്ഞ തവണ മാറിപ്പോയിട്ടുണ്ടോ കണ്ണൂരിൽ? അല്ല, AP വിഭാഗം സുന്നികൾ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ട് വരുന്നുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് LDFന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രമാത്രം അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചുകൊണ്ടുള്ള വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ജനറലി നമ്മളത് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് LDFന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ പറയപ്പെട്ടുള്ള സുന്നി വിഭാഗം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായി വന്നു എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായും കണ്ണൂർ ഇത്തവണ പിടിക്കും? തീർച്ചയായും, ഉറപ്പ്? തീർച്ചയായും. കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിൽ കൂടി ആരായാലും ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുണ്ട്, അഴീക്കോട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ 2 സീറ്റ് എന്നുള്ള ഒരു തലത്തിൽ, അധികമായി 2 സീറ്റ് എന്നുള്ള തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 എന്നുള്ള തലത്തിൽ അത് പോയാൽ ഒരു 6 വരെ എത്താവുന്ന സാധ്യത കണ്ണൂരിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. K. സുധാകരൻ മത്സരിക്കണം എന്നൊരു താല്പര്യത്തോടുകൂടി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. MP ആണ് അദ്ദേഹം. K. സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ലീഗിൻ്റെ നിലപാടെന്തായിരിക്കും? K. സുധാകരൻ UDFൻ്റെ കരുത്തനായിട്ടുള്ള നേതാവാണ്, കണ്ണൂരിൻ്റെ ജനകീയ മുഖാണ്, നിരവധി തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്.
നിയമസഭയിലാകട്ടെ പാർലമെൻറ്റിലാകട്ടെ. അപ്പം കണ്ണൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ ആഭിമുഖ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും അവരെ അംഗീകരിക്കുക, അത് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് സ്വീകരിച്ച് വന്നിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. ആ നിലപാടിൽ ഇത്തവണയും മാറ്റം ഉണ്ടാകില്ല. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒന്നും മുസ്ലിം ലീഗ് സാധാരണഗതിയിൽ അഭിപ്രായം പറയാറില്ല. ഇത്തവണയും അങ്ങനെ ഒരു അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. കെ സുധാകരൻ മത്സരിക്കണമോ വേണ്ടയോ എന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ആണ് തീരുമാനിക്കേണ്ടത്. ആരെ തീരുമാനിച്ചാലും അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി കണ്ണൂരിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുണ്ടാകും. ഈ സുധാകരനാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. തീർച്ചയായും സുധാകരനായാലും ജയിക്കും. ഇനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മറ്റൊരാൾ വന്നാൽ അവരും ജയിക്കും. ഈ ഏതെങ്കിലും ഘട്ടത്തിൽ സുധാകരൻ ഇവിടെ MLA ആയി വരികയും അവിടെ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് UDFിനെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഒരു ഭയപ്പാടിനും പ്രശ്നമില്ല. വ്യത്യസ്തമായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പരിസ്ഥിതി, അതിനനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമാണ് ഉണ്ടായത്. അത് നിദാനമായിട്ടുള്ള കാരണം എന്താണ്? അത് ദേശീയാടിസ്ഥാനത്തിൽ BJPക്കെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീഷണി ഇല്ലല്ലോ, അത് തിരിച്ചടിയാകാൻ സാധ്യതയില്ല. വലിയ പ്രതീക്ഷയോടുകൂടിയാണല്ലോ കഴിഞ്ഞ തവണ LDFിൻ്റെ സ്ഥാനാർത്ഥി കണ്ണൂരിൽ മത്സരിച്ചത്. കാടടക്കി നടത്തിയിട്ടുള്ള പ്രചരണം. സത്യത്തിൽ ആ പ്രചരണ രംഗത്ത് ഒരു ഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ പകച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളെ യേശുന്ന വിഷയമാണെന്ന് തോന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ UDFിന് അനുകൂലമായിട്ട് ഒരു സർക്കാർ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അതിൻ്റെ ഫലം ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായാലും ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി വരുന്നത് അഴീക്കോടാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് അഴീക്കോട്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട അഴീക്കോട് തിരിച്ചു പിടിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഴീക്കോട് അടിസ്ഥാനപരമായി UDFിൻ്റെ മണ്ഡലമാണ്. മണ്ഡലം പുനർവിഭജനത്തിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടങ്ങളിലും KM ഷാജി ജയിച്ചു വന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലം. 3ാമത്തെ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ പല കാരണങ്ങളാൽ അവിടെ UDF പരാജയപ്പെട്ടു പോയി എന്നതൊരു ശരിയാണ്. പക്ഷേ ആ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള 4 പഞ്ചായത്തുകൾ, അതിൽ വളപട്ടണം, നാറാത്ത്, കണ്ണൂർ കോർപ്പറേഷനിലെ പഴയ പള്ളിക്കുന്ന്, പുഴാതി പഞ്ചായത്തുകൾ, ഈ 4 പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പുതിയ കോർപ്പറേഷനിലെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഈ നിയോജകമുണ്ടല്ലോ, അത് UDFിന് നല്ല ലീഡുകൾ ഈ മേഖലകളിൽ നേടിക്കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെ മറികടക്കുന്ന പ്രധാനപ്പെട്ടുള്ള 2 പഞ്ചായത്തുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ ഒരു ട്രെൻഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പഞ്ചായത്തുകളിൽ ലീഡ് കുറയുകയും UDFിൻ്റെ മേഖലകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF മുന്നേറ്റം നടത്തുകയും ചെയ്യുമ്പോൾ ഈ മണ്ഡലം UDFിൻ്റെ കൈകളിലേക്ക് വരും. അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 2 തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് ഇത്തവണയും ആവർത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ചിറക്കലും പാപ്പിനിശ്ശേരിയും അതാണല്ലോ UDF LDFിന് വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകൾ. അവിടുത്തെ വോട്ട് LDFിൻ്റെ വോട്ട് കുറയാൻ ഏതെങ്കിലും തരത്തിൽ സാധ്യത കാണുന്നു? നിങ്ങൾ നോക്കൂ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചിറക്കൽ പഞ്ചായത്തിൽ UDF നേടിയിട്ടുള്ള വലിയ മുന്നേറ്റം ഉണ്ടല്ലോ. മുസ്ലിം ലീഗ് മാത്രം അവിടെ 5 വാർഡുകളിലാണ് ജയിച്ചു വന്നത്. കോൺഗ്രസും 3 സീറ്റിൽ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ പാപ്പിനിശ്ശേരി, അഴീക്കോട് പഞ്ചായത്തുകളിൽ അവിടെയൊന്നും UDFിന് ശക്തിക്ഷയം ഉണ്ടായിട്ടില്ല. എന്നാൽ ചിറക്കലിൽ വലിയ മെജോറിറ്റിയിൽ ഭരണത്തിലെത്താൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ
അവിടെ UDF കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കൊളച്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിക്ക് പോലും ചിറക്കലിൽ ലീഡുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ LDFിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കുത്തക പഞ്ചായത്തുകൾ എന്ന് കരുതുന്ന ചിറക്കലിലടക്കം, പാപ്പിനിശ്ശേരിയിലടക്കം, അഴീക്കോടിലടക്കം ഇത്തവണ വലിയ മാറ്റം UDFിന് അനുകൂലമായിട്ടുണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് ഫലം, അഴീക്കോട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് ഫലം, അത് UDFിനെ ഒരു ഉറക്കം കെടുത്തുന്നത് തന്നെയല്ലേ? അത് പൊളിറ്റിക്കൽ വോട്ടാണ് എന്ന് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴീക്കൽ ജില്ലാ ഡിവിഷനിൽ UDF പരാജയപ്പെട്ടു പോയപ്പോൾ അവിടെ നേടിയിട്ടുള്ള വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ അവിടെ പൂർണ്ണമായും രാഷ്ട്രീയ വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ കണ്ണൂരിലെ അസംബ്ലി നിയോജക മണ്ഡലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ അത് പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് അവിടെ നിലനിൽക്കുന്നത്. CMBക്കാണ് സീറ്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നൽകിയത്. അത് തെറ്റായ തീരുമാനമായി പോയോ? അങ്ങനെ ഒരു തെറ്റായ തീരുമാനം ആണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം മുന്നണിയിലെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ അർഹതപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളിൽ ആർക്കും മത്സരിക്കാമല്ലോ. അപ്പോൾ അവിടെ മുന്നണിയിലൊരു സീറ്റ് വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സീറ്റ് CMBക്കാണ് അനുവദിച്ചത്. CMBക്ക് ഏറ്റവും കരുത്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിച്ചത്. യുവജന നേതാവായ, എല്ലാ ഇടങ്ങളിലും ഇടപെടുന്ന ഒരു കരുത്തനായ സാരഥി തന്നെയാണ് UDFിന് വേണ്ടി അവിടെ മത്സരിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഘടകങ്ങളും ഒത്തു വന്നപ്പോൾ ജില്ലാ ഡിവിഷനിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷത്തോട് മുസ്ലിം ലീഗ് ആയിരുന്നു അവിടെ മത്സരിച്ചത്. ഇതിനേക്കാൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അതിനെക്കുറിച്ചിപ്പോൾ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം എല്ലായിടങ്ങളിലും മുസ്ലിം ലീഗിന് മത്സരിക്കാൻ പറ്റില്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ ശക്തിക്കനുസരിച്ച് മുസ്ലിം ലീഗ് സീറ്റ് വിഭജന വേളയിലൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മുന്നണി സ്വാഭാവികമായും നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. സ്വാഭാവികമായും അവിടെ CMBക്കാണ് ആ സീറ്റ് അനുവദിച്ചത്. CMB മത്സരിച്ചു, അത് പരാജയപ്പെട്ടു പോയി എന്നതിൽ കവിഞ്ഞ് അതിന് വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ അവിടെ ഏത് രീതിയിലാണ് ഒരു ശക്തമായ ഇടപെടൽ, അതായത് ഈ വോട്ടർ പട്ടികയിലൊക്കെ ഉള്ള ഇടപെടൽ നേരത്തെ തന്നെ പാർട്ടി നടത്തിയിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എല്ലാ പ്രദേശങ്ങളിലും തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുമുണ്ട്. പ്രവർത്തകർക്കിടയിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ഓരോ വിഷയവും എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ പൾസ് മനസ്സിലാക്കിയോ? അഴീക്കോട് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു പ്രത്യേകത, ടീം UDF എന്നുള്ള നിലയിൽ മുന്നണി വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് കേവലം 1-2 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതല്ല. ആ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത് മുന്നണിയുടെ ആവശ്യം, കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങളെക്കാൾ ഉപരി മുന്നണിയുടെ ഒരു ആവശ്യമാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. കാരണം അത് അടിസ്ഥാനപരമായി ഞങ്ങളുടെ മണ്ഡലമാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണമോ അത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ മറ്റ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലൊന്നുമില്ലാത്ത വിധത്തിൽ വളരെ ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി മുന്നണിയുടെ പ്രവർത്തനങ്ങൾ അടുക്കും ചുറ്റിയോടും കൂടി കൊണ്ടുപോകാൻ UDFിൻ്റെ നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടിയാകട്ടെ അതിനനുസരിച്ച് അതിൻ്റെ സംഘടനാ പ്രവർത്തനം ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. കോൺഗ്രസും അതിനോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനം കോൺഗ്രസിൻ്റെ തലത്തിലും അവർ നിയോജകമണ്ഡലത്തിലുണ്ട്. തീർച്ചയായും മുന്നണിക്കകത്തുള്ള ഈ വലിയ കൂട്ടായ്മ, ഘടകകക്ഷികൾ തമ്മിലുള്ള ഐക്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഏക ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ആ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർക്കലാവട്ടെ അതിനുശേഷമുള്ള ഓരോ വിഷയങ്ങളിലും ആവട്ടെ UDF നേതൃത്വം ഒറ്റക്കെട്ടായിട്ടാണ്, ടീം UDF എന്നുള്ള നിലയിൽ തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അഴീക്കോട് പരിഹരിക്കപ്പെടണം എന്ന് മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഴീക്കോട് KM ഷാജിയുടെ ഭരണകാലത്തെയും കാലയളവിനെയും നിലവിലുള്ള MLAയുടെ കാലയളവിനെയും നമ്മൾ താരതമ്യം ചെയ്താൽ ഇന്ന് അഴീക്കോട് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് KM ഷാജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് എന്നത് പകൽ
വെളിച്ചം പോലെ വ്യക്തമാണ്. ഇപ്പോൾ വളരെ ചെറിയ ഒരു നിയോജക മണ്ഡലമാണല്ലോ അഴീക്കോട് താരതമ്യേന. ആ നിയോജക മണ്ഡലത്തിലെ റോഡുകൾ, അതുപോലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങളിലൊക്കെ അതിനു മുമ്പും LDFന് MLA മാരുണ്ടായിരുന്നു. പ്രകാശ് മാസ്റ്റർ ഉണ്ടായിരുന്നു, ദേവൂട്ടി ഉണ്ടായിരുന്നു, പി ജയരാജൻ EP ജയരാജൻ ഉണ്ടായിരുന്നു. അങ്ങനെ CPMൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ നേതാക്കന്മാർക്കൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത വികസനങ്ങൾ കഴിഞ്ഞ 2 ടേമിലായിട്ട് KM ഷാജി കൊണ്ടുവന്നു. അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായി. സത്യത്തിൽ ആ 5 വർഷം പിന്നിടുമ്പോൾ, KM ഷാജിക്ക് ശേഷമുള്ള 5 വർഷം പിന്നിടുമ്പോൾ എന്ത് കാര്യമായ വികസന പ്രവർത്തനമാണ് അഴീക്കോട് നടന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായും അഴീക്കോടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് UDFൻ്റെ പ്രതിനിധി തന്നെ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ആ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ കൂടെ UDF ഉണ്ടാകും തീർച്ചയായും. അത് പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഏറ്റവും ശക്തമായി അനുകൂലമായി അഴീക്കോട്ടെ ജനങ്ങളുടെ കൂടെ UDF ഉണ്ടാകും എന്ന് ജനങ്ങൾക്ക് അടക്കം ബോധ്യം. അവിടെയൊക്കെ പോകുമ്പോൾ, ഈ അഴീക്കോട് മേഖലയിലൊക്കെ പോകുമ്പോൾ ജനങ്ങൾ പരാതിയായി പറയുന്നത് എന്തൊക്കെയാണ്? മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരാൻ നിലവിലുള്ള MLAക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അഴീക്കോടിന് ആവശ്യമായിട്ടുള്ള പല പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, ആരോഗ്യരംഗത്താകട്ടെ, ഒരു കൺസെപ്റ്റ് UDFനുണ്ട്. ആ കൺസെപ്റ്റ് അനുസരിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട തലത്തിലേക്ക് ആ നിയോജക മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അവിടെ MLAയുടെ ഇടപെടൽ മൂലം നടന്നിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ അത് ജനങ്ങൾക്ക് എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വലിയ പ്രയാസം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. പുതിയ തെരുവിലെ ട്രാഫിക് പരിഷ്കരണം. ആ ട്രാഫിക് പരിഷ്കരണം സത്യത്തിൽ വലിയ ഒരു വിപ്ലവമായിട്ടാണ് നിയമസഭാ മണ്ഡലം MLA കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ വളപട്ടണം പാലത്തിലെ ബ്ലോക്ക്, പാപ്പിനിശ്ശേരി ചുങ്കം മുതൽ ഇങ്ങോട്ടുള്ള ബ്ലോക്ക്, നിരന്തരം യാത്രക്കാരായിട്ടുള്ള നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അതുപോലെ ആ നിയോജക മണ്ഡലത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ള പല പദ്ധതികളും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ കോളനി, അവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ താമസ സൗകര്യമൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് സമുച്ചയം, അതിന് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെ ഓൺലൈനായിട്ടോ മറ്റോ അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു എന്നാണ്. എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു നടപടിക്രമവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൻ്റെ അവസ്ഥ, ആ മേൽപ്പാലത്തിൻ്റെ അവസ്ഥ ഇപ്പം അടച്ചിട്ടിരിക്കുകയാണല്ലോ മെയിൻ്റനൻസ് പ്രവർത്തിക്ക് വേണ്ടിയിട്ട്. എത്ര തവണയായി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ഒന്നും ഫലപ്രദമായി ചെയ്യാൻ കഴിയാത്ത ഒരു MLAക്ക് തെരഞ്ഞെടുപ്പ് വരാനാകുന്ന സമയത്ത് ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതിൻ്റെ അപ്പുറത്ത് വലിയ വികസന വിപ്ലവമൊന്നും അവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. KM ഷാജിയുടെ കാലയളവിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആണ് അവിടെ വികസന കാര്യങ്ങളുടെ എണ്ണി പറയാനുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അത് തന്നെയാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? തീർച്ചയായും UDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില സ്വപ്നങ്ങളുണ്ട്, അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ കേരളത്തിലുടനീളം നടപ്പിലാക്കുമ്പോൾ അതിന് അനുരൂപമായിട്ടുള്ള പദ്ധതികൾ തീർച്ചയായും അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും. അത് UDFൻ്റെ ഒരു പ്രതിനിധി അവിടെ നിന്ന് ജയിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വലിയ വികസനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് UDFന് അവിടെ നേതൃത്വം കൊടുക്കാൻ കഴിയും. അപ്പോൾ ഉറപ്പായും UDF അധികാരത്തിൽ വരും എന്ന്, തങ്ങളിപ്പോൾ പ്രതിപക്ഷ മുന്നണിയല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത്. ടീം UDF ആയി അധികാരത്തിലേക്ക് പോകുന്ന മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഈ കനഗോലു പോലുള്ള അത്തരം സംവിധാനങ്ങൾ, സർവേ, ഇതൊക്കെ നടത്തുമ്പോൾ അവരുടെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് നിലവിലെ LDFൻ്റെ MLAമാരുടെ ജനസമിതി ഇടിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുകയാണ്. അത് നിങ്ങൾക്കൊരു ആശങ്കയല്ലേ? അതിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം LDFൻ്റെ MLAമാരുടെ ജനസമിതി ഇടിഞ്ഞിട്ടില്ല എങ്കിൽ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി മാറേണ്ടതായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്? ഓരോ നിയോജക മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സത്യത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ കാണുന്ന മുഖങ്ങളാണ്
പ്രധാനമായും ആ നിയോജക മണ്ഡലത്തിലെ MLA. അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവരുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വിലയിരുത്തുന്നതാണ് എങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ ജനസമിതി LDFന് അനുകൂലമായി വരേണ്ടതായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിറക്കലിൽ എന്തുകൊണ്ടാണ് LDFന് വേണ്ടത്ര ലീഡ് നേടാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് നാറാത്ത് പഞ്ചായത്ത് കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം UDFൻ്റെ കൈകളിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ വാർഡായ മുണ്ടേരി പഞ്ചായത്തിലെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് മുണ്ടേരി പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെട്ടു പോയത്? അപ്പോൾ ജനസമിതി അത് നേതാക്കളുടേതായാലും പ്രവർത്തകന്മാരുടേതായാലും MLAമാരുടേതായാലും അത് അളന്നിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ ജനസമിതിയിലൊന്നും ജനങ്ങൾ ആ വിധത്തിൽ കാണുന്നതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പൊളിറ്റിക്കലി കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ആര് ജയിക്കണം എന്നുള്ളതല്ല, മുന്നണി ജയിക്കണം എന്നുള്ളതാണ്. കണ്ണൂരിലും അഴീക്കോടും ഒക്കെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോഴാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വരിക. UDFൽ അധികാരത്തിൽ വരിക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സഹയാത്രികർ പോലും ആഗ്രഹിക്കുന്നു. ഇന്നലെ കവി സച്ചിദാനന്ദൻ പറഞ്ഞത്, അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് സറ ജോസഫ് പറഞ്ഞത്, അതൊക്കെ എന്താണ്? CPMൻ്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇനിയും ഒരു തുടർഭരണം കേരളത്തിന് പറ്റില്ല. അത് കേരളത്തെ നാശത്തിലേക്ക് നയിക്കുള്ളൂ, ആ പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കൂ എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് കേരളത്തിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുടെയും ഒരു പൊതുവികാരമാണ്. ആ പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF വരുമ്പോൾ വരണമെങ്കിൽ കണ്ണൂരിൽ ഈ പറയപ്പെട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലൊക്കെ UDF ജയിക്കണം. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. CPM നശിച്ചു പോകണമെന്ന് ലീഗും ആഗ്രഹിക്കുന്നില്ല. അല്ല, CPM പോലുള്ള ഒരു പാർട്ടി നശിക്കണമെന്നൊന്നും ലീഗിന് അഭിപ്രായമില്ലല്ലോ. CPMൻ്റെതായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ CPM സമീപകാലത്ത് കേരളത്തിൽ ആവശ്യമാണോ CPM? കേരളത്തിൽ CPM ആവശ്യമാണ്, അതിന് യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ സമീപകാലത്ത് CPM എടുത്തിട്ടുള്ള സമീപനങ്ങൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യം സംശയമില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു നിലപാടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? വർഗീയ ഒരു വിധത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേരളമാണ് പ്രധാനം, ഇവിടുത്തെ കക്ഷികളോ ഇവിടുത്തെ മുന്നണികളോ അല്ല. കേരളം ഇതുപോലെ നിലനിൽക്കണം. കേരളത്തിൻ്റെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകവും പാരമ്പര്യവും, അത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഐക്യവും സാഹോദര്യവും സഹവർത്തിത്വവും പരസ്പരം കലർന്ന് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണല്ലോ. അവരുടെ ഇടയിൽ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ സമുദായങ്ങളുടെ പേരിൽ ഇങ്ങനെ സ്പർദ്ധയുണ്ടാക്കുക, അതിനുവേണ്ടി ചില ആളുകളൊക്കെ ശ്രമിക്കുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകുക, ആ നിലപാടാണ് സത്യത്തിൽ കേരളത്തിലെ LDF സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് CPM സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യ ചേരി മുന്നിൽ പറയുന്ന ഒരു കാര്യം. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട്. മുസ്ലിം ലീഗ് തളർന്നു പോയാൽ ആ സ്ഥലത്ത് തീവ്രവാദികളാണ് വളരുക എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ വസ്തുതയുണ്ടോ? തീർച്ചയായും മുസ്ലിം ലീഗാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി. മുസ്ലിം ലീഗിനെ തളർത്താൻ പല കാലങ്ങളിലും വലിയ ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് വലിയ കുതൂഹലങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം പ്രൈം സുലൈമാൻ സേഠ് സാഹിബ് അടക്കം പാർട്ടി വിട്ടുപോയിട്ടുള്ളൊരു സാഹചര്യം. അന്ന് നമ്മളെടുത്തിട്ടൊരു നിലപാടുണ്ട്. കേരളത്തിൽ വർഗീയപരമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ട് വരുന്നതിന് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഒരു നിമിത്തമായി പോകരുത് എന്നുള്ളതാണ്. സാമുദായിക സൗഹാർദ്ദം, മതമൈത്രി, അത് വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനു വേണ്ടിയാണ് എല്ലാ കാലത്തും നിലനിന്നിട്ടത്. അതിനുവേണ്ടി വലിയ പോരാട്ടം നമ്മൾ നടത്തി, വലിയ പ്രചരണം നടത്തി. യുവാക്കൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ആകമാനം, സമുദായത്തിനകത്ത് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം, സമുദായത്തിലെ ഐക്യത്തോടൊപ്പം തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം, അതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട്. അപ്പോൾ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തും പോരടിച്ചും മുസ്ലിം ലീഗ് നിലയുറപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന കേരളത്തിൻ്റെ ഈ വലിയ ആശാവഹമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെടുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ ബാബരി മസ്ജിദിൻ്റെ കാലത്തൊക്കെ വളരെ വലിയ സംഘർഷ ഭൂമിയായിട്ട് കേരളം മാറുമായിരുന്നു. അന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്തിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാട് മുസ്ലിം സമുദായം ആകെ അദ്ദേഹത്തിൻ്റെ പിന്നാലിൽ അടിയുറച്ചതെന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ശക്തമായ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ തീവ്രവാദികൾക്ക്
രംഗപ്രവേശനം വരാൻ കഴിയില്ല എന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ പൂർണ്ണമായും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ അങ്ങനെയുള്ള ആ ഒരു ചിന്തക്ക് വിഘാതമാണോ മതമാണ് പ്രശ്നം എന്ന KM ഷാജിയുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആവർത്തിച്ച് വരികയാണ് ആ പ്രസംഗം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ സമുദായത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KM ഷാജി നടത്തുന്ന ആ പ്രസംഗം അത് ഏതെങ്കിലും തരത്തിൽ ലീഗിനെ തിരിഞ്ഞുകൊത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മതത്തെക്കുറിച്ച് പറയുന്നത് വർഗീയതയല്ല. ഞങ്ങളെല്ലാം മതവിശ്വാസികളാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതവിശ്വാസികൾ. പക്ഷെ മതത്തിൻ്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കരുത്. KM ഷാജി മതമാണ് പ്രശ്നം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം സത്യത്തിൽ മതവിശ്വാസി എന്നുള്ള നിലയിൽ തൻ്റെ മതവിശ്വാസത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് പറയുന്നതിൽ എവിടെയാണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരിൽ മറ്റ് സമുദായങ്ങൾക്കിടയിൽ മറ്റ് മതങ്ങൾക്കിടയിൽ ഒരു വർഗീയത പ്രചരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ മതം കൊള്ളില്ല അല്ലെങ്കിൽ ഈ മതം കൊള്ളില്ല ആ രൂപത്തിലല്ലല്ലോ അതിൻ്റെ ഒരു അർത്ഥം. ഞാനൊരു മുസ്ലിമാണ് എന്ന് അയാൾ അഭിമാനത്തോടുകൂടി പറയുന്നു. അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഓരോരുത്തരും പറയും. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞാനൊരു ഹൈന്ദവ മതക്കാരനാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നതിൽ എന്താണ് തെറ്റ്? അതൊരിക്കലും വർഗീയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മതത്തിൻ്റെ പേരിൽ വർഗീയത പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നത്. KM ഷാജിയുടെ പ്രഭാഷണങ്ങളിൽ ഒരിക്കലും അദ്ദേഹം അത്തരത്തിലൊരു വർഗീയത പ്രചരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് എന്നാർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ നടക്കുന്ന LDF നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം കുണിയയിൽ ഒരു ചരിത്ര സമ്മേളനം ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സമസ്ത നടത്തി. അതിൽ ജനലക്ഷങ്ങളാണ് അതിൽ പങ്കെടുത്തത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ മൗദിദിസം, അതായത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മൗദിദിസം ഈ രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞ് ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു ആശങ്ക ഈ സമസ്ത EK വിഭാഗം ഉന്നയിക്കുകയാണ്. അവരുടെ ആ ആശങ്ക എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിം ലീഗിനെ തള്ളാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ആ ആശയങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് EK വിഭാഗം സമസ്ത. അപ്പോൾ അവരുടെ ആ ആശങ്ക എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതും ഈ വെൽഫെയർ പാർട്ടി പോലുള്ള അതിൻ്റെ സംഘടനകളെയൊക്കെ മാറ്റി നിർത്തണം എന്ന് അവർ പറയുകയാണ്. അത് ഉൾക്കൊള്ളാൻ ലീഗ് തയ്യാറാകുമോ? മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ എല്ലാ കാലത്തും ആശയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അത് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്ത് ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഈ കാഴ്ചപ്പാടുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നിലപാടാണ് കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ളൊരു പൊതു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേരത്തെയും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വ്യത്യസ്ത സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, സുന്നി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബാഫക്കി തങ്ങളെ പോലുള്ള MK ഹജിയെ പോലുള്ള സിദി സാഹിബിനെ പോലുള്ള അവർക്കൊക്കെ അവാന്തര വിഭാഗങ്ങളുടെ വീക്ഷണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും ചിന്താഗതികളുള്ള ആളുകളാണ്. പക്ഷെ അവർക്കൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരുമിക്കാനോ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സമയത്തൊക്കെ തുടർന്ന് നമസ്കരിക്കാനോ ഒന്നും അവർക്ക് അത്തരം ആശയങ്ങളൊന്നും ഒരു വിഘാതമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആശയ സംവാദങ്ങൾ നടക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമുണ്ടോ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും UDFന് അധികാരത്തിൽ വരാൻ? അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഒരു കക്ഷി ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ ആ പിന്തുണയെ നിരാകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള മറുചോദ്യം അവിടെ ശക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ LDFന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു കക്ഷിയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി അന്ന് എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്ന് UDFൻ്റെ വീക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അവർക്ക് ആശയപരമായി പോലും മാറ്റുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ്
അവരെ നമ്മൾ തള്ളിപ്പറയേണ്ടത്? എന്തിനാണ് അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുള്ള ചോദ്യം. അത് വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കാൻ LDFന് കഴിഞ്ഞു. എന്നാൽ ആ ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്ന് കുറേ കൂടി പുതിയ മതേതര നിലപാടിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ അവരെ വേർതിരിച്ച് നിർത്തിയിട്ട് ആക്രമിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. അത് പ്രസക്തമാണ്. ഈ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ SDPI നിങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്, അത് വേണ്ട എന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SDPI വേണ്ട എന്ന് പറയുന്നു. അതേ രീതിയിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് LDFൻ്റെ ഒരു വാദം. SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെ താരതമ്യം ചെയ്യേണ്ടത് കക്ഷികളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. SDPI നമുക്ക് പൊതുമണ്ഡലത്തിൽ അറിയാം, കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ മുസ്ലിം സമുദായത്തിനകത്തും മറ്റ് സമുദായങ്ങൾക്ക് ഇടയിലും ഒരു ഐക്യവും രഞ്ജിപ്പും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ്, ഒരു വിഭാഗമാണ്. അവരുടെ ഇതപരിതമുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുക. ആശയപരമായിട്ടുള്ള വിഷയം മാറ്റി നിർത്തിയാൽ പൊതുസമൂഹത്തിനിടയിൽ അവർ മുന്നോട്ട് വെക്കുന്ന പല വീക്ഷണങ്ങളും പൊതുവെ ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ SDPIയും ജമാഅത്ത് ഇസ്ലാമിയെയും തുലനം ചെയ്ത് പരിശോധിക്കേണ്ട രണ്ട് കക്ഷികളല്ല എന്നാണ് എനിക്ക്. ഈ EK വിഭാഗം സുന്നി നേതൃത്വത്തിന് അത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ആശയപരമായിട്ടുള്ള ചില വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത്. മുസ്ലിം ലീഗ് അതിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ഗൗരവത്തിൽ. അല്ല, ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആ കാര്യങ്ങൾ, അത് അവരിപ്പോൾ മതരാഷ്ട്രവാദികളല്ല, അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? അത് അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ നിലപാടുകളിലും വന്നിട്ടുള്ള മാറ്റമാണ്. അതിനെക്കുറിച്ച് പാർട്ടി കൃത്യമായി പരിശോധിച്ചിട്ട് ഒരു നിലപാടിലെത്തിച്ചേരും. അത് പറയേണ്ട ഒരാൾ ഞാനല്ല. തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ അഭിമന്യനായിട്ടുള്ള പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേശീയ നേതൃത്വമൊക്കെ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് മറുപടി പറയും. നമുക്കത് കാത്തിരുന്ന് കാണാം. ഓക്കെ, നമുക്ക് ഈ സംഭാഷണം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ താങ്കളുടെ രാഷ്ട്രീയം മാത്രമല്ല, താങ്കളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി എവിടെയും നോക്കിയാലും കാണാൻ കഴിയുന്ന ഒന്നാണത്. ഈ പരിയാരം CH സെൻറ്റർ, താങ്കൾ എപ്പോൾ വിളിക്കുമ്പോഴും താങ്കൾ ഒന്നുകിൽ പരിയാരത്തായിരിക്കും. CH സെൻറ്ററിലാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും താങ്കൾ പരിയാരത്താണ് എന്നാണ് പറയാറുള്ളത്. ഈ CH സെൻറ്റർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതോടൊപ്പം തന്നെ പരിയാരം CH സെൻറ്റർ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്? പരിയാരം CH സെൻറ്റർ ഒരു വലിയ ജീവകാരുണ്യ കൂട്ടായ്മയാണ്. അവിടെ ഈ പാവപ്പെട്ട രോഗികൾക്ക് കേരളത്തിലെല്ലാ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും CH സെൻറ്ററുകൾ ഉണ്ടായപ്പോൾ ഞങ്ങളൊരു 15 വർഷം മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് നമ്മൾ ആലോചിച്ചു. അതിന് ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു. ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ളൊരു വിഷൻ. അതിനുവേണ്ടി അവിടെ സ്വന്തമായി സ്ഥലം അന്വേഷിച്ചു. 1 ഏക്കറോളം ഭൂമി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തി. അത് വിലക്ക് വാങ്ങി. അവിടെ ഈ പറഞ്ഞ മാതിരി മലബാറിലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോലും കാണാത്ത അത്രയും സൗകര്യങ്ങളോടുകൂടി ഒരു ഡയാലിസിസ് യൂണിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ 28 മെഷീനുണ്ട്. ഒരു ദിവസം 56 ആളുകൾക്ക് 2 ഷിഫ്റ്റുകളിലായിട്ട് പൂർണ്ണമായും സൗജന്യമായി ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ നിന്ന് ഡയാലിസിസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു ജാതിയും മതവും പരിഗണനയൊന്നും ഞങ്ങൾക്ക് അവർ സഹായം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കില്ല. അവിടെ ഒരു റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. 5 ആംബുലൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ അവിടെ ഈ മൃതദേഹങ്ങൾ, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ പോലും പരിപാലിച്ച് സംസ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് CH സെൻറ്ററിൻ്റെ വളണ്ടിയർമാരാണ്. കോവിഡിലെ ആദ്യത്തെ മരണം
ഉണ്ടായ സമയത്ത് പോലും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറാണ് അന്ന് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഞങ്ങൾക്ക് ജാതിയോ മതമോ പരിഗണനയൊന്നും കൂടാതെ എല്ലാ വിഭാഗം ആളുകൾക്കും സഹായം ലഭ്യമാക്കുക എന്നുള്ള ഒരു നിലപാട്, അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അഹമഹികയ ജനങ്ങൾ അതിൻ്റെ കൂടെ നിന്നു. വളരെ തോതിൽ ഉദാരമതികളായിട്ടുള്ള ആളുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിലമതിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ നിന്നപ്പോൾ അത് വലിയ ബൃഹത്തായിട്ടൊരു സംവിധാനമായിട്ട് പോയി. ഇപ്പം ഞങ്ങൾ 15ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 15ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ, പക്ഷാഘാതം പിടിപെട്ട് സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലായിട്ടുള്ള ആളുകളെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവിടെ വരികയാണ്. അത് ഈ സെപ്റ്റംബറിൽ 2026 സെപ്റ്റംബറിൽ ഈ വാർഷികാഘോഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, അതായത് എല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അതിൽ വ്യക്തിപരമായി പറയുമ്പോൾ എനിക്ക് ആ ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ 2010 CH സെൻറ്റർ രൂപീകരിച്ചത്. അതിൻ്റെ രൂപീകരണ കാലം മുതൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസത്തിൽ CH സെൻറ്ററിനെ കുറിച്ച് ചിന്തിക്കാത്ത, CH സെൻറ്ററിനെ കുറിച്ച് ആലോചിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു 10 മിനിറ്റെങ്കിലും CH സെൻറ്ററിന് വേണ്ടി മാറ്റി വെക്കാത്ത ഒരു ദിവസവും ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ കടന്നു പോയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CH സെൻറ്ററിനെ കുറിച്ച് ഓർക്കുകയോ CH സെൻറ്ററിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു ദിവസം ഈ 15 വർഷക്കാലത്തിനിടെ ഒരു ദിവസം പോലും അതില്ലാതെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അത് നൽകുന്ന വലിയൊരു ആത്മസംതൃപ്തിയുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് അവർ പല ആവശ്യങ്ങളുമായിട്ട് പാവങ്ങളാണ്. അവർ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ അവർക്ക് അറിയാത്ത, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡയാലിസിസിനൊക്കെ വലിയ ചിലവ് വരുന്നുണ്ടല്ലോ. ഡയാലിസിസിന് വലിയ ചിലവുണ്ട്. ഒരു 1100 1200 രൂപ ഒരു ഡയാലിസിന് വരും. അതിന് പുറമെ മറ്റുള്ള ചിലവുകൾ അതൊക്കെ അത് നടന്നു പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിലായാലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലായാലും ഒക്കെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടെന്നൊരു പെർഫെക്ഷൻ വളരെ പ്രധാനമായി കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് 100% പെർഫെക്റ്റായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ളത് അത് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി തോട്ടടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു കഴിഞ്ഞ 2001 മുതൽ 2016 വരെ 15 വർഷക്കാലം. ഒരു ചെറിയ ഇടവേളയിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് മാറ്റപ്പെട്ടു എന്നത് മാറ്റി നിർത്തിയാൽ 10 വർഷത്തിലധികം, ഒരു 12 വർഷത്തോളം തുടർച്ചയായിട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പദവിയിൽ ഇരുന്ന ഒരാളാണ്. ഇന്ത്യയിലെ 11 സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ആ സ്ഥാപനത്തെ ഉയർത്താൻ കഴിഞ്ഞതും അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ആ കാലയളവിലാണ്. വലിയ എൻ്റെ ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിസൾട്ടായിട്ട് ഞാനത് കാണുകയാണ്. അതിപ്പോൾ അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ അത് ബോധ്യപ്പെടും. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ഉണ്ട്. ആ പ്രൊഫഷണലിസം പൊതുപ്രവർത്തന രംഗത്തും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളൊരു മാതൃക. അത് ഇപ്പോൾ CH സെൻറ്ററിൽ വന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലെനിക്ക് വലിയ സംതൃപ്തി. എന്തായാലും ഞാൻ നേരത്തെ കണ്ണൂരിൻ്റെ കാര്യം ഒക്കെ ചോദിച്ചപ്പോൾ വിട്ടുപോയ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ആ ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ മൂർധന്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഒരു രാജിക്കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആ രാജി സ്വീകരിച്ചു. മുൻ ഡെപ്യൂട്ടി മേയർ C. സമീർ പാർട്ടിയിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ രാജിയിലേക്ക് പോകാനുണ്ടായ കാരണം? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് ആരോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു രാജിയുടെ നിലപാടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില
താല്പര്യങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു നിലപാടെടുത്തു. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാടെന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 3 തവണ മത്സരിച്ചിട്ടുള്ള ആളുകൾ മത്സരിക്കേണ്ടതില്ല. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു എക്സംഷൻ വേണമെങ്കിൽ ആ ഘടകം, ബന്ധപ്പെട്ട ഘടകങ്ങൾ ഐക്യകണ്ഠേന അവരുടെ പേര് നിർദ്ദേശിച്ചാൽ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത്തരം ആളുകൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കണം എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന് മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടു. അവിടുന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയില്ല, അതൊരു വസ്തുതയാണ്. പക്ഷെ അതിൻ്റെ പേരിലാണോ അദ്ദേഹം രാജിവെച്ചത് എന്നെനിക്കറിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോയത്. അങ്ങനെ രാജിവെച്ച് പോയപ്പോഴും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒക്കെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതാണ് അഭികാമ്യം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ എന്തോ അദ്ദേഹം രാജിയിൽ ഉറച്ചു നിർത്തി. പക്ഷെ അതിൽ തീരുമാനം എടുത്തത് ആ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അതാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ടുള്ള സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരാൻ കഴിവും പ്രാപ്തിയൊക്കെയുള്ള ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ സംശയമുണ്ട്. ഇപ്പോഴും ആ രാജി സ്വീകരിച്ചു, മാറ്റി നിർത്തപ്പെട്ട രീതിയിൽ തന്നെയാണോ ഉള്ളത്? അല്ല, അവിടെ ഒരു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ ഒരു ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ട്? ഒരിക്കലും ഇല്ല. അദ്ദേഹം ഇപ്പോഴും ഉറച്ച പാർട്ടിക്കാരനാണ്. കണ്ണൂർ CH സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മേഖലകളിൽ നന്നായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാർട്ടി വിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകനായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഈ റിബലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അദ്ദേഹം നൽകി എന്നൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളാകാൻ വ്യക്തിപരമായി താല്പര്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഘടകങ്ങൾ അങ്ങനെയുള്ള ഒരു ആവശ്യം ഉന്നയിക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥി അല്ലാതെ പോയപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിരുദ്ധമായിട്ട് ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതിയും ഞങ്ങളുടെ മുമ്പാകെ വന്നിട്ടില്ല. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ 1 മണിക്കൂർ നേരം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി സംസാരിച്ചത് രാഷ്ട്രീയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാന്ത്വന മേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കണ്ണൂരും അഴീക്കോടും മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല UDFൻ്റെ വിജയം എന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറയുകയാണ്. കൂത്തുപറമ്പും തളിപ്പറമ്പുമൊക്കെ UDFന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹം. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, ഇത്തവണ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അവിടെ സ്ഥാനാർത്ഥിയായി എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പാർട്ടി നേതൃത്വത്തിൻ്റെ ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഉള്ളത്. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം അത് പ്രവർത്തകരും സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും ഇടപഴകാൻ കഴിയുന്ന ഒരു നേതാവ് ജനപ്രതിനിധിയായി എത്തുമ്പോഴുണ്ടാകുന്ന ഗുണം, അതൊക്കെയാണ് പ്രവർത്തകരുടെ മനസ്സിൽ. ജനങ്ങൾക്കിടയിൽ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ എന്നും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നാം കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം പോലെ UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരട്ടെ. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ നേരുകയാണ് കണ്ണൂർ വിഷൻ.
കൺവെൻഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.